ഷാലിമാർ ഗാർഡനിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് ഹസ്രത്ത് മഹൽ എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇമോൺസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. മുസ്ലിങ്ങളുടെ വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഹസ്രത്ത് മഹൽ എന്ന് വെച്ചാൽ സേക്രഡ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഈ കാണുന്നതാണ് അവരുടെ, ഇതൊരു മസ്ജിദ് കൂടിയാണ്. ഇവിടുത്തെ ഒരു സേക്രഡ്നെസ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ പ്രോഫറ്റായ മുഹമ്മദ് നബിയുടെ റിലിക്സ് ഇവിടെ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് മുടിയും പിന്നെ ചെറിയൊരു ബെൽറ്റിൻ്റെ ഭാഗവും പിന്നെ ഒരു സാഡിൽ, കുതിരയുടെ സാഡിൽ എന്നൊക്കെ പറയുന്നു. ഇവിടെ പണ്ട് സൂക്ഷിച്ചിരുന്നു. പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കളവ് പോയിരുന്നു. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു പൊളിറ്റിക്കൽ പ്രോബ്ലത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തിരിച്ചുവിടെ എത്തിയെന്നൊക്കെയാണ് എനിക്ക് പറയുകയെന്നാണ്. ഹസ്രത്ത് മഹൽ എന്നുള്ളത് ശ്രീനഗറിലെ ഏറ്റവും വലിയ മോസ്കാണ് ഹസ്രത്ത് മഹൽ. പബ്ലിക്കിന് ഇവിടെ എൻട്രി ചെയ്യാം. ഉള്ളിൽ കയറി ചെന്നാൽ പിന്നെ ഇതിൻ്റെ കുറച്ചും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് മോസ്ക് വരുന്നത്. അങ്ങോട്ടേക്ക് എൻട്രി ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആവശ്യമില്ലാണ്ടൊരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരിക ചെയ്ത്. ഇവിടെ അധികം മുസ്ലിംസ് തന്നെ ആയിരിക്കുമല്ലോ വരിക. എന്തായാലും ഇവരുടെ ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് മോഷണം പോയെന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് മിസ്സിങ് ആയിട്ടുള്ള ആ റിലീക്സൊക്കെ പിന്നെ തിരിച്ചെത്തി സ്പെഷ്യൽ ഒക്കേഷൻസിലായിരിക്കും ഇവരത് പുറത്ത് കാണിക്കുക. സോ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ശ്രീനഗറിലെ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഏരിയയാണ്. ഇവിടെ സ്ത്രീകൾ ഇതിൻ്റെ പുറത്ത് നിൽക്കണം. സ്ത്രീകൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, ആണുങ്ങൾ മാത്രമേ ഉള്ളിലേക്ക് പോവുകയുള്ളൂ. ഇവിടെ അതെന്താണ് ആ ഒരു കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതൊക്കെ. പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ പോയത് എനിക്ക് അക്ബറുടെ കില കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അക്ബറുടെ കില കാണാമെന്ന് പറഞ്ഞിട്ട് പോകണം. ഈ കാണുന്നത് മോളിൽ കാണുന്നതാണ് അക്ബറുടെ കില. പോകുന്ന വഴിക്ക് എൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇവിടെ കൊണ്ട് നിർത്തി, ബദാം വാരി എന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തി. അതൊന്ന് കണ്ടേക്കാൻ പറഞ്ഞു. അത് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ അത് കാണാൻ കയറി. ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു പാർക്ക് എന്നൊക്കെ ഓർത്തുകൊണ്ട് കയറിയത്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ശ്രീനഗറിലെ സ്വർഗ്ഗം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഏരിയയാണ്. ഇത് ശരിക്കും ഒരു ഈ നാച്ചുറൽ ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മനസ്സെന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ നാച്ചുറൽ ലവർ ആണെങ്കിൽ നമ്മളിവിടെ നിന്നാൽ പിന്നെ ഇവിടുന്ന് പോരില്ല. അത്രയ്ക്ക് രസമാണ് ഇവിടെ. ഇവിടെ ബദാം ട്രീസ് കുറേ ഉണ്ട്, ആൽമണ്ട് ട്രീസ് ഉണ്ട്. ആൽമണ്ട് ട്രീസ് പൂത്ത് നിൽക്കുന്നതാണ് കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ആൽമണ്ട് ട്രീസ് പൂത്ത് നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരു മഞ്ഞ ചെടി അതൊക്കെ ഒഴിപ്പുണ്ട്. ഭയങ്കര രസമാണ് ഇവിടെ ചെന്നാൽ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, അതായത് കാശ്മീരിൽ എനിക്ക് ഡാലിലേക്ക് പല ഈവൻ ഐസ് മൗണ്ടൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ചത് ഈ ഒരു ഏരിയയാണ്. വീഡിയോയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നേച്ചറിൻ്റെ പ്രസൻസ് ഉണ്ട്, അപാരമാണത്. എനിക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പറ്റും. ഇത് ശരിക്കും വളരെ റീസെൻ്റായിട്ട് 20ാം നൂറ്റാണ്ടിൽ ഇത് ശരിക്കും ഒരു നൊമാഡിക് ഏരിയ ആയിരുന്നു. അതായത് നാടോടികൾ താമസിക്കുന്ന ഏരിയ ആയിരുന്നു പറഞ്ഞത്. പിന്നെ അത് പാർക്ക് അബാൻഡൻ ചെയ്ത് കിടക്കുന്ന ഒരു പാർക്കായിരുന്നു. പിന്നെ അത് ഗവൺമെൻറ് റിവൈവ് ചെയ്ത 1977 ആണെന്ന് തോന്നുന്നു. അത് റിവൈവ് എടുത്താണ്, പിന്നെ അത് ശരിയാക്കി എടുത്താണ്. ഇത് എപ്പോഴാണ് തുടങ്ങിയെന്ന് അറിയാമോ? 2000 വർഷം മുമ്പേ തുടങ്ങി ഈ ഒരു പാർക്ക് ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഒരു ഡോം ഇതല്ല, അടുത്തൊരു ഡോം സ്ട്രക്ചർ ഉണ്ട്. ആ ഡോം സ്ട്രക്ചർ അഫ്ഗാൻ റൂളറിൻ്റെ പേരിൽ അറിയപ്പെടുന്നു പറയുന്നു. പിന്നെ ഇതിലൊരു 300 കനാല് വരെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതൊന്നും അല്ല എൻ്റെ പ്രത്യേകത. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതൊരു നമുക്കൊരു അനുഭവം തരുന്നുണ്ട്. ഈ ഒരു പാർക്ക് അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഈ ശ്രീനഗറിൽ ഞാൻ പോകണമെങ്കിൽ ഇനി ഇവിടെ പോകും. വേറെ എവിടെ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എത്ര നേരം ഇരുന്നാലും മതിയാവില്ല. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരൊക്കെ വന്ന് ഇരിക്കുകയാണ്. സംസാരിക്കണ പോലും അത് ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് അവിടെ ചുമ്മാ ഇരുന്നാൽ മാത്രം മതി. അത് എനിക്കും അങ്ങനെ തോന്നി. ചുമ്മാ അവിടെ ഇരിക്കുക, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചുമ്മാ ഇരുന്നാൽ തന്നെ സമയം പോണറിയില്ല. നമുക്ക് പ്രകൃതിയോട് ഭയങ്കര സ്നേഹം തോന്നിപ്പോവും. അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഈ സ്ഥലത്തുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ആരും പറഞ്ഞതൊന്നുമല്ല, ഞാൻ വെറുതെ കയറിയതാണ്. ഇവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓട്ടോ ഡ്രൈവർ പറഞ്ഞാലും മാത്രം വെറുതെ കയറിപ്പോയി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമാണ്. പിന്നെ ജമ്മു കാശ്മീരിലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ പറയും ഈ ബദാം വാരി എന്നുള്ള ഈ സ്ഥലം തന്നെ. ചെറിയ ഗാർഡനാണ്, പക്ഷേ ഇതിൽ ഈ വെള്ളപ്പൂക്കളാണ് നിൽക്കുന്ന വൃക്ഷങ്ങളാണ്. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും സ്വർഗ്ഗത്തിലെത്തിയ ഒരു അനുഭൂതി പോലെയാണ് എനിക്ക് തോന്നുന്നത്. മര്യാദകൾ സ്വർഗ്ഗത്തിൽ എത്തിക്കഴിഞ്ഞതും കിട്ടില്ല, ഹൂറിമാരെ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും. നല്ല രസമായിട്ടൊരു നല്ലൊരു ദിവസം തന്നെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല, അത്ര നല്ല രസമുള്ള സ്ഥലമാണത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഓട്ടോ ഡ്രൈവർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിനെനിക്കൊരു ഉത്തരവുള്ളൂ, ഏറ്റവും നല്ല സ്ഥലമാണ് ശ്രീനഗറിലെന്ന്. കാരണം എനിക്ക് തോന്നുന്നു അയാളുടെ ഇതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഇതിൻ്റെ ഒരു മാസരഹിതമായ ആ ഒരു അനുഭവം അയാൾക്ക് നേരത്തെ അറിവുണ്ടാകാതിരിക്കാം. അല്ലെങ്കിൽ അയാൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കൂല. കാരണം എൻ്റെ അജണ്ടയിലുണ്ടായിരുന്നില്ല, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കയറുന്നതിന് 24 രൂപ ടിക്കറ്റ് ഉണ്ട്. 24 രൂപ എന്നുള്ളത് എനിക്ക് വേണം കാശ്മീരിലെ എല്ലാ സ്ഥലത്തും ഫിക്സഡ് റേറ്റാണ്. ഏത് പാർക്കിൽ കയറിയാലും 24 rupees ഫോർ അഡൽട്ട്സ് അങ്ങനെയാണ്. കുട്ടികൾക്ക് എനിക്ക് വേണം 12 രൂപ എന്ന് തോന്നുന്നു.
അങ്ങനെ എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ കാശ്മീർ പോകണമെങ്കിൽ ഈ ബദാം വാരിയ പാർക്ക് എന്നുള്ളതിൽ മസ്റ്റായിട്ട് പോകണം എന്നുള്ളത് എൻ്റെ റെക്കമെൻഡേഷനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു പാർക്കല്ലേ എന്ന് ഓർത്തൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്ഥലം നമുക്ക് എന്താണ് ഇമ്പാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ കുറച്ചും കൂടെ കുറേ പേര് ഇരിക്കുന്നത് കണ്ടു. ഒക്കെ കൊച്ചു പിള്ളേരുണ്ട്, കുറച്ച് മുതിർന്നവരുണ്ട്. ഇവരൊക്കെ അവിടെ ഭയങ്കര കാമാൻ കൊറ്റായിട്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ആയിപ്പോവും. ഈ പ്രകൃതി നമ്മളങ്ങനെ ആക്കിയെടുക്കും. ഇതൊക്കെ ബദാം ട്രീസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നടക്കുന്നത്. ഈ ഒരു സംഭവമാണെന്ന് തോന്നുന്നു അഫ്ഗാൻ റൂളറുടെ പേരിലുള്ള ആർച്ച്. ഇതൊരു കുളമാണ്, ഒരു കിണറാണ്, കുളമല്ല കിണർ. അപ്പോൾ ഈ ഒരു ആർച്ച് ഷേപ്പ് സംഭവം എനിക്ക് അഫ്ഗാൻ റൂളറുടെ പേരിലുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ബ്യൂട്ടി നമുക്ക് കണ്ടറിയേണ്ടതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ കാണുന്നത് പോലും ശരിക്കും എന്തൊരു നമുക്ക് കൺവേ ചെയ്യണമെന്നറിയില്ല. അവിടെ ചെല്ലുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. അത്രയ്ക്ക് എനിക്കിത് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാനും പല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കാശ്മീരിൽ ഒട്ടും അറിയപ്പെടാതെ കിടക്കുന്ന ഈ ഒരു സ്ഥലമാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് ഞാൻ പറയും. ഇത് എന്തൊരു മോണുമെൻ്റാണ്. എനിക്കത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു മോണുമെൻ്റ് അല്ല, അതൊരു ചെറിയൊരു ഫൗണ്ടൻ പോലെയാണ്. ഇവൻ മോണുമെൻ്റ് ആണോന്നും അറിയില്ല. എനിവേ നമുക്കിതൊന്നല്ല പ്രശ്നം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ദ വോൾ ഗാർഡൻ വിച്ച് ഗീവ്സ് എസ് സംതിങ് വിച്ച് വി കനോട്ട് എക്സ്പ്ലെയിൻ. ദാറ്റ്സ് എ തിങ്. നമുക്കെങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബ്യൂട്ടി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, പറയാനല്ലേ പറ്റുള്ളൂ. ജസ്റ്റ് അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ബ്യൂട്ടിയാണ് ഇവിടെ പ്രത്യേകിച്ച് കിട്ടുന്നത്. അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ മൗണ്ടൻ ഉണ്ട്, ചെറിയൊരു ലേക്ക് പോലെ സറൗണ്ടിങ്സ് ഉണ്ട്. ജേലം റിവറൊക്കെ അടുത്താണ്. സോ ഇത് മസ്റ്റ് വിസിറ്റഡ് സൈറ്റാണെന്ന് വിചാരിക്കുക. ഇത് ചെറിയൊരു ഏരിയയാണ്, ഒരു ഗാലറിയാണ്. ഇവിടെ ആർട്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. എനിവേ ഇവിടെ വിസിറ്റ് ചെയ്യാണ്ട് പോരുന്ന ഞാൻ പിന്നെയും ആവർത്തിക്കുകയാണ്. ഞാൻ എല്ലാം കണ്ട് പയ്യെ തിരിച്ചു പോവുകയാണ്. തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഡ്രൈവർ പറഞ്ഞു ഇനി ഓൾഡ് ടൗൺ അല്ലെങ്കിൽ ഡൗൺ ടൗൺ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാണാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതിലേക്ക് ഇങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് അധികം വൈകാണ്ട് തന്നെ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞങ്ങൾ ഓൾഡ് ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഓൾഡ് ടൗണ് ശരിക്കും പറഞ്ഞാൽ 2000 വർഷത്തോളം പഴക്കൊണ്ട് പഴയ ആൾക്കാരൊക്കെ വന്ന് സെറ്റിൽ ചെയ്ത് ആദ്യത്തെ സെറ്റിൽമെൻറ്റ് നടന്നത് ഇവിടെയാണെന്ന് പറഞ്ഞത്. കാശ്മീരിൻ്റെ ആദ്യത്തെ സെറ്റിൽമെൻറ്റ്സ് നടന്നത് ഇവിടെയാണ് പോലും. ഇവിടെയാണ് പല ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും. ഇവിടെ എല്ലാം പുരാതനമായ കാര്യങ്ങളുള്ള പഴയ കാര്യങ്ങളാണ്, പഴയ ബിൽഡിങ്സാണ്. അറിയപ്പെടുന്ന ഒരു ജുമാ മസ്ജിദൊക്കെ ഇവിടെ ഉള്ളിലുണ്ട്, ഒരു മസ്ജിദ് ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഹൈലി പോപ്പുലേറ്റഡ് ഏരിയയാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് കാശ്മീരിൽ തന്നെ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇവിടെയാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ ഇവിടെ ചിലപ്പോൾ 2-3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കർഫ്യൂ നടന്ന ഏരിയ ആണെന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ട്. ഈ ഒരു ഏരിയക്ക് ശരിക്കും ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉള്ള ഏരിയ എന്നാണ് എന്നോട് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു തന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പം തന്നെ പിന്നെ കർഫ്യൂ ആയിരിക്കും. ഈ കടകളെല്ലാം അടഞ്ഞു കിടക്കും. മാസങ്ങളോളം അടഞ്ഞു കിടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 6 മാസത്തോളമൊക്കെ അടഞ്ഞു കിടന്ന സമയം ഉണ്ടായിട്ടെന്നാണ് പറഞ്ഞത്. ടെററിസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പം അത്രയ്ക്കൊന്നുമില്ല, പക്ഷേ എന്നാലും ഇവിടെയൊക്കെ ഉണ്ടാകാം, ടെററിസ്റ്റുകൾ ഉണ്ടാവാം. ആതങ്കവാദി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാവാം എന്നാണ് പറഞ്ഞത്. ഒരാൾ മതിയല്ലോ എല്ലാം നശിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ CRPFൻ്റെ പ്രസൻസ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. വണ്ടികളും എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട്. ആൾക്ക് തോന്നുന്ന വണ്ടിയൊക്കെ നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇലക്ഷനൊക്കെ വന്നാലും ഇപ്പോൾ എന്തായാലും ശാന്തമാണ്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ജമ്മുവിലായാലും കാശ്മീരിലായാലും വലിയ ഒരു കുഴപ്പമില്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ നല്ല സ്ട്രോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടത്തെ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം. പക്ഷേ ഇവിടെ ഇപ്പോഴും പ്രസൻസ് ഉണ്ടാകുമായിരിക്കാം എന്നുള്ള കാരണം കൊണ്ട് CRPFൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. സോ കാശ്മീരിലെ ഒരു വരവുകൊണ്ട് പല സ്ഥലങ്ങൾ കാണാൻ പറ്റി, പുതിയൊരു കൾച്ചർ കാണാൻ പറ്റി, ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങൾ കാണാൻ പറ്റി. അതിൽ ഇതുവരെ അറിയപ്പെടാത്ത ഏറ്റവും വലിയ ബ്യൂട്ടിഫുള്ളായ ബദാം വാരിയ എന്ന സ്ഥലം ഞാൻ കണ്ടു. ഞാൻ സംതൃപ്തനായി. ആ ഒറ്റ കാഴ്ച കൊണ്ട് തന്നെ സംതൃപ്തനായി. ബാക്കി കണ്ട എല്ലാ സീനും ബദാം വാരിയയ്ക്ക് മുമ്പിൽ ഒന്നുമില്ലാണ്ടായി പോകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമോൺസ് ഉള്ളതായിട്ട് ഞാൻ എടുക്കുന്നത് മാത്രമല്ല. ഈ ഒരു സ്ഥലത്ത് അധികവും കാർപ്പൻട്രി വർക്ക് കൂടുതലും കാണുന്നുണ്ട്. അവരുടെ ആ കഥ കണ്ടറിയാമല്ലോ, പ്രത്യേകം കാർപ്പൻട്രി വർക്കാണ്. അത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇവർക്ക് ഇവരുടേതായ ചില ആർട്ടിസ്റ്റിക് ടാലൻസ് ഒക്കെ ഉണ്ട്. കാശ്മീരികളുടേതായ രീതിയിലുള്ള അവരുടെ ക്ലോത്ത്സ് എല്ലാം ഭയങ്കര ഫേമസ് ആണ്. കമ്പിളി പതുപ്പ് അങ്ങനെയുള്ളതൊക്കെ എല്ലായിടത്തും കിട്ടും. അതിന് കുറച്ച് വില കൂടുതലായിരിക്കാം മറ്റിനേക്കാളും. പിന്നെ ഇവരുടെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും കുറച്ച് വ്യത്യാസമുണ്ട്. സോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.